next day. അയ്യോ Shruti miss. വെൽക്കം. നിർത്തിക്കോ എന്നിട്ട് ഞാൻ ഇനി വരുന്നുള്ളൂ. കുഴപ്പമില്ല, മിസ് നടക്കണം. ഓക്കെ ഗൈസ്, കോഴിക്കോട് വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെയും വ്ളോഗൊന്നും ഞാൻ ചെയ്തില്ല. ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ വ്ളോഗ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത്. പക്ഷെ അതിനുള്ള ടൈമൊന്നും പിന്നീട് കിട്ടിയില്ല അങ്ങോട്ട്. അപ്പോൾ ഇന്ന് ബീച്ചിലോട്ട് വന്നപ്പോൾ സുധി മിസ് ഇങ്ങനെ പറഞ്ഞു, ദീപിനെന്താ വ്ളോഗ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്, നമ്മളുള്ളപ്പോൾ വ്ളോഗ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വ്ളോഗ് ചെയ്യണത്. വ്ളോഗ് ചെയ്യാതെ ഇരുന്ന എന്റെ മനസ്സിനെ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞു സുധി മിസ്. ചാനലിൽ കൂടെ മാത്രമല്ല, ഞാൻ അവരെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെ അതെ ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇത് വ്ളോഗാണോ എന്ന്, നമ്മൾ ഏത് ചാനലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ ഫേമസ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇനി അഭിജിൻ സാറും മിഥുൻ സാറും വരാനുണ്ട്. അപ്പോൾ അവർ റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് നിങ്ങൾ കണ്ട മെയ്സിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നൈറ്റാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിപ്പം നേരം വൈകി തുടങ്ങി, 6 മണി അടുപ്പിച്ചാവുന്നു. ക്രോസ് ചെയ്യും. ഈ സൈഡ് വന്നില്ല. അങ്ങോട്ടേക്ക് കുടുംബസ്ഥരല്ലേ ഇവിടെ കുളിക്കുവോ ആൾക്കാർ? വൃത്തിയായിട്ടുള്ളല്ലേ? എന്ത് വൃത്തിയുടെ കടല് ഉള്ളുവലിഞ്ഞ് നിൽക്കണ എന്താ? അല്ല, ഇവിടെ അധികം അങ്ങനെയാ. ഇവിടെയാണോ? വർക്കല കിട്ടും. ഇപ്പൊ എടുക്കണ്ട. ഫ്ലാഷ് ഒക്കെ ഉണ്ടല്ലോ. കിടക്കട്ടെ. കള്ളിന്ന് അവിടെ ഇല്ല, കള്ളി മാത്രമേ വന്നോളൂ. കള്ളി വന്നില്ലേ? കള്ളിയാണെങ്കിൽ ഇവിടെ വേറെ ആരും കള്ളിയില്ല, കടലമ്മ മാത്രമേ ഇല്ല. അല്ലെ കടലമ്മ കള്ളി എന്ന് പറഞ്ഞാലേ കടല് വന്നത് വായിക്കത്തുള്ളൂ. കടലമ്മ കള്ളിയാണെങ്കിൽ ധൈര്യമായിട്ട് കാലിലെടുത്ത് വരാൻ. കോഴിക്കോട് ബീച്ചിനടുത്ത് സ്റ്റാർബക്സിനടുത്ത് ഷുഗർ കേൻ ജ്യൂസ്. അപ്പോൾ അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വന്നേക്കാണ്. നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. സാറിൻ്റെ ഇത് ഏതാണ് നല്ലത്? ഞാൻ ലൈം ഒക്കെ കുടിച്ചില്ലേ? ജിഞ്ചർ ഞങ്ങൾ
ചില്ലി ചേട്ടനോ? ട്രെയിനിൽ പോകാനുള്ളതാണ്. എനിക്ക് ചില്ലാവോ? മിന്റ് മതി. മിന്റ്. അപ്പം രണ്ട് പ്ലെയിനാ? രണ്ട് പ്ലെയിൻ, ഒരു ജിഞ്ചർ, ഒരു മിന്റ്, ഒരു ചില്ലി. ഓക്കെ, അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞോ. ഒരു ജിഞ്ചറല്ലേ? As a result of this, today we are sitting close to 300 orders today, and we are operating നമ്മുടെ അല്ലേ ചെറിയ ഗ്ലാസ് ആക്കിയ പോലെ സാറേ. ഇല്ല, ഇതിന്റെ ട്രെൻഡ് മാർക്കറ്റിംഗ് തന്ത്രമാണിത്. അതാണ് അവരുടെ ഫ്രണ്ട് ഇതിനെ പറയുന്നത് മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന്. മിന്റ് 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 കൈ തന്നെ മിന്റ് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. മിന്റും ജിഞ്ചറും. എല്ലാവർക്കും അറിയാലോ. നമ്മളെ മിന്റ് ലൈം ഒക്കെ കുടിക്കുന്ന പോലെ അല്ലേ? ചില്ലി കൂടുതലായിരിക്കും. ചില്ലി കുടിക്കുമ്പോഴാണ് ശരിക്കും ചില്ലി സാർ അവിടെ ഏകാന്തനായിട്ടിരിക്കുകയാണ്. ജിഞ്ചർ മിന്റ് വന്നെന്ന് പറയും. ചില്ലി ചില്ലി ചില്ലി. ഇത് മിന്റാണ്. മിന്റ് മിന്റ്. പിന്നെ ചില്ലി വാങ്ങിയ പിന്നെ പച്ചമുളകിന്റെ ഇത് വരാതെ പിന്നെ ചില്ലി എന്നാ വിചാരിച്ചേ? ഇത് മിന്റ്. പിന്നെ ഒരു രീതി ആദ്യം ആ ഒരു പച്ചപ്പിന്റെ ഒരു ഇത്, പിന്നെ ഒരു രീതി കൊടുക്കുകയാണ്. ആദ്യം ഒരു പച്ചപ്പ് വേണം ഉള്ളിയുടെ, പിന്നെ ചെറിയ അങ്ങനെ കുഴപ്പമില്ല, അത്ര രീതിയൊന്നും ഇല്ല. അല്ല ടേസ്റ്റ് നോക്കിയാ അങ്ങനെ കുറച്ച് കുടിച്ചാൽ വേണ്ടാന്ന് അതെ. പാട്ട് ഓഫ് ചെയ്യാൻ പറയും, കോപ്പി റൈറ്റ് കിട്ടും. അത് പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനോട് മനസ്സിലായി വേണ്ട വേണ്ട ഇല്ല വേണ്ട വേണ്ട കുഴപ്പമില്ല. എനിക്ക് കൊച്ചു വളരെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ കരയുന്നത്, ഇതിനെ കരയാൻ വേണ്ടിയൊന്നുമില്ല. അതെ. ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ഫുഡ് അടിക്കാൻ വേണ്ടി പോയാണ് ഗൈസ്. ആർക്ക് ചോദിക്കണേ? ഞാൻ കയ്യിൽ
മന്തി ഫേമസ് ആണ്. ആണോ? സൂഫി മന്തി അല്ലേ? മന്തി മാത്രമേ കിട്ടൂ? മന്തി മാത്രമേ കിട്ടൂ? അൽഫാം കിട്ടും. നമ്മൾ സൂഫി മന്തിയിൽ മന്തി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്ലാസ് CPCB, അതായത് സെൻട്രൽ ഞാൻ പറയാം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവര് അപ്രൂവ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ്. അതിൽ മാത്രമേ നിതിൻ സാർ വെള്ളം കുടിക്കാറുള്ളൂ. അതെ. സാർ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രാൻഡ് അംബാസഡർ ആണ് നിതിൻ സാർ. അപ്പം അവർ തന്നെ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് സൂഫി മന്തി തന്നെ തിരഞ്ഞു വന്നത്. സാർ അതിന്റെ അംബാസഡർ കേട്ടോ. ഒന്നും പറയുന്നേ ഇല്ല. നിങ്ങളോരോ പീസ് എടുത്തു. ഞാനെന്ത് ചെയ്യണം? ഷെയർ ചെയ്യും. അല്ല, നിങ്ങൾക്ക് അറിയാനില്ല. രണ്ടുപേരും വ്യക്തമായിട്ട് അറിയില്ല. ഒരു മീസ് മതി. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ട. എത്രയോ? ബേസിൽ ചാർക്കോൾ മതി. അതെ, സൂഫി മന്തിയിൽ വന്നിട്ട് മന്തി കഴിക്കുകയാണ്. അപ്പോ നമ്മുടെ കാലിക്കറ്റിലെ ഈ ജൂലൈ ബാച്ച് ആ കുട്ടികളാണ് നമ്മളുടെ ഈ ഫുഡ് സൂഫി മന്തിയിലെ ഫുഡ് സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ പെരി പെരി മന്തിയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. നമ്മൾ നോർമൽ മന്തി സാർ അങ്ങനെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ പോകാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ശ്രീലക്ഷ്മി എങ്ങനെ ഉണ്ട്? നമുക്കത് കട്ട് ചെയ്യാം. സിവിലിയൻസിന്റെ ഗ്ലാമർ താരം നിതിൻ സാർ എന്താണ് കുടിച്ചത്? സുലൈമാനി കുടിച്ചിട്ട് എക്സ്പീരിയൻസ് പങ്കുവെക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നുകൂടെ പറയും. കുഴപ്പമില്ല, അത് സാധനം ആദാമിന്റെ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ വേറെ എന്താണ് കേട്ടത്? അതെ, ആദാമിന്റെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കുന്ന അഭിജിൻ സാറും ശ്രുതി മിസ്സും. മധുരം മതി. പിന്നെ മമ്മിയുടെ അതുകൂടി പറയുക. ഈ കട്ടൽ എന്നിട്ട് അവനെ പിടിക്കുന്ന ഇല്ല, മിസ് നോക്കിയപ്പോഴേ പ്രായം വരെയല്ലേ ഷുഗറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാ.
അത് ആക്ച്വലി പിന്നെ ഞാൻ മധുരം കൊടുത്തു. അതെ, അതുകൊണ്ട് ഞാൻ എടുത്ത് തന്നത്. അത് ഇങ്ങനെ ഇരിക്കുന്നത് കലങ്ങുന്നില്ല. അയ്യോ, അതായത് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ സ്ക്രിപ്റ്റ് ഒന്നും മഞ്ഞ പിടിച്ചോ ഉണ്ട്. മെയിൻ ക്യാരക്ടറാണ്. ചായ ആദ്യം മിസ് ഇതിന് മുന്നേ ഇവിടെ കുടിച്ചിട്ടുണ്ടോ? ചായ ഇതിന് മുന്നേ ഇവിടുന്ന് കൊള്ളായിരുന്നു. പിന്നെ അഭിപ്രായം വേണം കേൾക്കാൻ. എന്താ അഭിപ്രായം നോക്കി കേൾക്കാം. അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് മാത്രമേ ചായ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇവർക്കാർക്കും ചായ വേണ്ടെന്നാ പറയുന്നത്. എന്ത് മനുഷ്യരാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ വേണ്ട. അങ്ങനെ ആദാമിന്റെ ചായക്കടയിലെ ചായയും കുടിച്ചിട്ട് ഇവിടെ നിന്ന് പിരിയാണ്. വിതിൻ സാറിന്റെ 10 മണിക്കാണ് 10:30ക്കാണ് ട്രെയിൻ ഉള്ളത്. പുതിയ മിസ്സും അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും കൂടെ ഞാൻ അപ്പാർട്ട്മെന്റിൽ പോകണം. ഞാനും അഭിജിൻ സാറും തിരിച്ച് റോയൽ പാലസിലോട്ട്. ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.